ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. പ്രൊമോഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ നവീന് ഞാൻ മുന്നേ ഒരു ക്വിസ് മത്സരത്തിന് കണ്ടു പോയ സമയത്ത് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മനുഷ്യന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കണ്ണിന് അധികം പ്രശ്നമില്ലാത്തൊരു കളർ ഏതാണെന്നുള്ളത് ഏതാ അറിയാം? വൈറ്റ് ആയിരിക്കും. അല്ല, ഗ്രീനാണ്. ഗ്രീൻ. ഓക്കെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഗ്രീനാണ്. നമ്മൾ ഗ്രീനറിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു പീസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സംസാരം അത് തന്നെയാണ്. നമ്മുടെ സറൗണ്ടിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ നേച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാരായിക്കോട്ടെ, നമ്മുടെ സിറ്റുവേഷൻസ് ആയിട്ട് മനുഷ്യന്മാരുടെ ഒരു എന്താ പറയുക ഇഴുകിച്ചേർന്ന് പോകുന്നതിൻ്റെ ഒരു ഹാപ്പിനെസ് എത്രത്തോളം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ഒരു നമ്മുടെ ചുറ്റുപാടുള്ള ഓരോ മനുഷ്യരും നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇന്നത്തെ സംസാരങ്ങളിൽ മൊത്തമായിട്ട് പോകാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗെയിൻ ദിസ് അക്ഷയ് പ്രകാശ് ആൻഡ് ദിസ് ഇസ് നവീൻ. ഓക്കെ, വെൽക്കം ടു പ്രൊമോഷൻസ്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചാണ്. അപ്പോൾ നവീൻ്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ, എൻ്റെ ചുറ്റുപാട്, എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇങ്ങനെ ആയിരിക്കണം, അവരെങ്ങനെ ആയിരിക്കണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നുള്ളത്. നമുക്ക് 100% എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കലും വാശി പിടിക്കാനോ അല്ലെങ്കിൽ എഡമെൻ്റ് ആവാനോ പറ്റില്ല. സീരിയസ്ലി ഇങ്ങനത്തെ ഒരു സിനാരിയോ വരുന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലോളം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്, തടസ്സം നിന്നിട്ടുണ്ട്, അവർ കംപ്ലീറ്റ്ലി നോന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ഹാഫ് ഇയേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഏത് ആക്ടിവിറ്റിയിൽ ഇപ്പം ഇനീഷ്യലി ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് എന്നോട് ആദ്യം പറഞ്ഞത്, നീ ഹാപ്പി ആവും, നിൻ്റെ കൂടെ ആരാണോ ഉള്ളത് നിങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണോ, നിങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കാലിബർ ഉണ്ടോ, കപ്പാസിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് ത്രെഡ് ഉണ്ടോ, ത്രെഡാണ് മെയിൻ, നിങ്ങൾക്ക് അതിനുള്ള ത്രെഡ് ഉണ്ടോ, പിന്നെ അതിനുള്ള ഇമ്യൂണിറ്റീസ് ഉണ്ടോ, ഗോ ഹെഡ്. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ചെറിയൊരു ക്യാമറ പിടിച്ചിട്ട് അതിലും നിങ്ങൾക്ക് ക്ലിക്കാക്കാൻ പറ്റും, അതിലായാലും ഗോ ഹെഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ രണ്ടും ഉണ്ട്, സപ്പോർട്ടും ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾക്ക് നോ എന്ന് പറയേണ്ട അടുത്ത് ചില സമയം ആ നോ ലൈഫിൽ ചില സമയം ഒരുപാട് നന്നായിട്ട് എനിക്ക് വന്നിട്ടുണ്ട്. നോ എന്ന് പറഞ്ഞാൽ നോ ഞാൻ അതുപോലെ കേട്ടതിൻ്റെ പുറത്ത് നല്ലതും വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ അവർ നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ട് മോശവും എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ഏറ്റവും വലിയ എക്സാമ്പിൾ ഫാമിലി മാത്രമല്ല, വർക്ക് സ്റ്റേഷൻ ആയാലും നമുക്ക് സപ്പോർട്ടാണ് നമ്മുടെ മെയിൻ, നമുക്കൊരു അപ്രീസിയേഷനാണ് നമ്മുടെ മെയിൻ. ഒരു ഒന്നുമില്ല, ചുമ്മാ ഒന്ന് ഇവിടെ തട്ടിയിട്ട് ഗുഡ് എന്ന് പറയുന്നത് അത്രേ വേണ്ടൂ. ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ചുമ്മാ ഒരു ടാപ്പ് ജസ്റ്റ് ഒരു ഓക്കെയാണ്, അങ്ങനെ നീ ഓക്കെ ആണോ എന്താ ചോദ്യം, ആ ഒരു ഭയങ്കര കൺസേൺ ആണത്. എംപ്ലോയി മാത്രമല്ല, വീട്ടിൽ നിന്ന് നമുക്കിപ്പം പുറത്ത് ആരെങ്കിലും കണ്ട് വയ്യാന്നുള്ള എന്ത് പറ്റി വയ്യേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പുള്ളിക്ക് നമ്മൾ ചുമ്മാ ചോദിച്ചായിരിക്കാം, അവർക്ക് അത്രയും ലൈഫിലെ ഇമ്പോർട്ടൻസ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ളൊരു നമുക്കൊരു കെയർ മാത്രമല്ല നമുക്കൊരു ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ആ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ഒരുപാട് ഹൈറ്റിലായിരിക്കും ആ വ്യക്തിനെ കാണുന്നുണ്ടാവുക, പക്ഷേ ചില നേരത്ത് അവരുടെ ഒരു ചെറിയ ആക്ഷൻസ് പോലും നമ്മൾ ഒരുപാട് സങ്കടപ്പെടുത്തും. എൻ്റെ ഒരു ഐഡിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എനിക്ക് ചുറ്റും സപ്പോർട്ട് ഉണ്ടാവും. അതെനിക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ സപ്പോർട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്നൊരു ഡിപ്പ് വരുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ പോകാറുണ്ട്. എന്നെ മനസ്സിലാക്കിയിട്ട് എനിക്ക് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറാനും പറ്റണം, രണ്ടും വേണം. അപ്പോൾ എനിക്ക് അക്ഷയുടെ സിറ്റുവേഷനും മനസ്സിലാവണം, അക്ഷയ്ക്ക് എൻ്റെ സിറ്റുവേഷനും മനസ്സിലാവണം. ഭയങ്കര അതായത് ഒരു സപ്പോർട്ടീവ് നേച്ചർ ആണെങ്കിൽ ഓക്കെ ഫൈൻ, അതിൽ വേറെ ഒരു എന്താ പറയണ്ടേ, വേറെ നമുക്ക് കാശില്ലെങ്കിലും പ്രശ്നമില്ല, സമാധാനവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും. അതെ അതെ, ഈ ഡയറി മിൽക്കിന് ഒരു പരസ്യമുണ്ട്, ഹൗ ഫാർ ഡു യു ഹൗ ഫാർ യു ഗോ ഫോർ ലവ് അങ്ങനെയൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ഓരോ ആൾക്കാരും നമ്മുടെ ജേർണീനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതായത് എൻ്റെ കൂടെ ഇപ്പോൾ നവീൻ ഈ ഒരു ജേർണിയിൽ പാർട്ടായി. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ ആദ്യ ഒരു സമയത്ത് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായ ഫ്രണ്ട്സൊന്നും ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. ലൈക്ക് അവര് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും ഉണ്ടായിരുന്നത്, പക്ഷെ അവരുടെ കൂടെ നമ്മൾ കുറെ ഡ്രീം ചെയ്ത കുറെ സാധനങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ടൂർ പോയ സമയത്ത് ലൈക്ക് പിള്ളേരൊക്കെ കൂടെ ടൂർ പോയ സമയത്ത് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ആരായിരുന്നു പണ്ട് നമുക്കൊരു റിസോർട്ട് എടുക്കാം, നമുക്ക് എന്നിട്ട് നമുക്ക് മാത്രം സില്ല് ചെയ്യാനുള്ള സ്പേസ് ആയിട്ട് അത് മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എല്ലാവരുടെ വഴി അതല്ല പ്രയോറിറ്റീസ് മാറുമ്പോൾ ആൾക്കാർക്ക് പുതിയ ആൾക്കാർ വരും. ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു +2. ഇപ്പോൾ ആ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ സീരിയസ്ലി ഞാൻ പറയാം, എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു +2 +1 എന്നുള്ള സമയത്ത്, പേരെടുത്ത് പറയുന്നില്ല. അതിലൊരു വ്യക്തി എന്ന് പറയുന്നത് ഒരു കോണ്ടാക്റ്റ് ഇല്ല. അതിൽ വേറൊരു എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി മാരീഡായി,
അവൻ്റെ ഫംഗ്ഷന് കാര്യങ്ങൾക്ക് എൻ്റെ റിലേറ്റീവും കൂടിയാണ്. സോ ഞാൻ അവൻ്റെ എല്ലാവരും പോകാറുണ്ട്. മറ്റേ ഫ്രണ്ടിൻ്റെ ഒരു ഇൻഫർമേഷനേ ഇല്ല. നമ്മളിങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിന് ലൈക്ക് കൊടുക്കുന്ന ബന്ധത്തിലായിട്ട് മാറി. പക്ഷേ +2 +1 കമ്പൈൻ സ്റ്റഡി പോലത്തെ കാര്യങ്ങൾക്കൊക്കെ പോയിരിക്കുമ്പം നമ്മൾ പഠിക്കുന്നുമുണ്ട്, നമ്മുടെ ഫ്യൂച്ചർ നമ്മൾ തമ്മിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രയോറിറ്റീസ് മാറുന്നു, സിറ്റുവേഷൻസ് മാറുന്നു, പിന്നെ വേറെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോയതായിരിക്കാം. അല്ല ഓരോ ആൾക്കാർക്കും അല്ല ഒരുപാട് അവനെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്, നമുക്കത് അറിയില്ല. അപ്പം അവനവൻ്റെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്ക് വന്നു. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, നമുക്ക് ഫ്രണ്ട്ഷിപ്പായാലും പാർട്ട്ണറായാലും നമുക്കൊരു പക്ഷേ പാർട്ട്ണറിൻ്റെ അടുത്ത് പോലും ചില നേരത്ത് 100% സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അവർ വിചാരിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വേറെയും പ്രഷറുകൾ വരുന്നുണ്ടാകാം. നമുക്കത് അവരെ എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കിയാൽ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതിൻ്റെ ഒരു അവരെങ്ങനെ അത് പെർസീവ് ചെയ്യുന്നുള്ളൊരു ഭയങ്കര പ്രശ്നമുണ്ട്. ഒരു കാര്യമുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ലൈഫിൽ കഴിഞ്ഞാലും ഒരു ഭയങ്കരമായ ഒരു സ്റ്റേജിലൂടെയെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ലൈക്ക് എൻ്റെ ഉള്ളിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഉണ്ടായ സമയത്ത് എനിക്ക് വന്ന കുറേ മാറ്റങ്ങൾ ലൈക്ക് അത് പോയല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. പക്ഷേ അത് തന്നെ എന്താ പറയുക ലൈക്ക് നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയോ, മറക്കാനറിയാം. സീരിയസ്ലി മറക്കാനറിയാം. ഇപ്പം ഏറ്റവും വലിയ എക്സാമ്പിൾ, നമ്മൾ ക്ലോസ് ആയ ഒരാൾ മരിച്ചു, ഒരാഴ്ച ആലോചിക്കും, 2 ആഴ്ച ആലോചിക്കും, 3 ആഴ്ച ആലോചിക്കും, 4ാമത്തെ ആഴ്ച തൊട്ട് നമ്മൾ ബാക്ക് ടു നമ്മുടെ നോർമൽ ബിസിനസ്സായി. അതാണ് നമ്മുടെ മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നത്. മറക്കാൻ പറ്റും. മറക്കാം, അല്ലെങ്കിൽ ആ ഓർമ്മകളും എപ്പോഴും അതും ഹെഡ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് 2 സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് വരും ഇൻ ഫ്യൂച്ചർ. ഇപ്പോൾ പറഞ്ഞില്ലേ മനസ്സിലേക്ക് എടുത്തു നോക്കുക അല്ലെങ്കിൽ തലയിൽ എടുത്തു നോക്കുക എന്ന് പറയുന്നില്ലേ, അതിപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റീവ് പീപ്പിളിനെ എല്ലാവരും കുറ്റം പറയുന്ന ഒരു കാര്യമാണ്. അതായത് എന്ത് കാര്യം ഉണ്ടായിക്കഴിഞ്ഞാലും ആൾക്കാരുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കുക. നമ്മൾ എന്ത് തന്നെ തലയിലേക്ക് എടുത്തു വെക്കും. നവീൻ ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ വർക്കിലേക്ക് ജോയിൻ ചെയ്ത സമയത്ത് തന്നെ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തലയിലേക്ക് എടുക്കരുത്. ലൈക്ക് നമ്മുടെ ഈ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും കുറെ ആൾക്കാർ പ്രത്യേകിച്ച് ഈ ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന എല്ലാവരും പറയുന്നതൊക്കെ പെട്ടെന്ന് ഉള്ളിലേക്ക് എടുക്കും. ഇപ്പോൾ ഞാനും എൻ്റെ ആ ഒരു സർക്കിളിൽ ടീമിലേക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പഴയ ടീമിലായി കഴിഞ്ഞാലും അവരൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്രീസിയേഷനാണ്. അല്ലെങ്കിൽ എടാ ഇത് കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം ശരിയാക്കാം. അല്ലെങ്കിൽ ഇന്ന് കാര്യം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ സോൾട്ട് ചെയ്യാം എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. ലൈക്ക് ആ ഒരു സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പം അക്ഷയ് ഇത് പറയുമ്പോഴേ ഇപ്പം ഞാൻ എൻ്റെ കരിയറിൽ 3-4 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 3-4 കമ്പനിയിലൊക്കെ ആദ്യത്തെ കമ്പനിയിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്തിനും ഏതിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. രണ്ടാമത് ഞാൻ പോയ കമ്പനിയിൽ സപ്പോർട്ടേ ഇല്ല. ബിക്കോസ് അത് റൺ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ്. ഞാനവിടെ കോൺട്രാക്ട് ബേസിലാണ് വർക്ക് ചെയ്തത്. പിന്നെ വരുന്ന സമയത്ത് സപ്പോർട്ടും ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് അവിടുന്ന് അപ്രീസിയേഷൻസ് ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും കമ്പനിയിൽ വർക്ക് ചെയ്തത് മാത്രമല്ല, എനിക്ക് ഈ വെറൈറ്റി ഓഫ് ആൾക്കാരെ മീറ്റ് ചെയ്ത് ഞാൻ അന്ന് അത് പറയേണ്ട റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ചെറുതായിട്ട് അമ്മയൊന്നും മിണ്ടാതിരുന്നാൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. ഞാനത് ഉള്ളിലേക്ക് എടുത്ത് ഞാൻ പിന്നെ മിണ്ടാതിരിക്കും ആവും. പിന്നെ ഫാമിലി ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. വർക്കിൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ഇപ്പം എന്നോട് പറഞ്ഞത് ഓക്കെ ഫൈൻ, ഞാൻ ഒന്നും ഉള്ളിലേക്ക് എടുക്കാറില്ല. എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ ഉള്ളിലേക്ക് എടുക്കും. മറ്റുള്ളത് അവിടെ വെച്ച് ആ ബാഗ് ഓഫ് ഇമോഷൻസ് അവിടെ ഇട്ടിട്ട് ഇറങ്ങി വരും. അത് മേ ബി എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ച കാര്യങ്ങളായിരിക്കും. കാരണം ചീത്ത കിട്ടിയിട്ടുണ്ട്, നമ്മളെ വെളിച്ചെറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയില്ലേ ഇറങ്ങിപ്പോ, അങ്ങനെയുള്ള എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് അപ്രീസിയേഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. ചെയ്ത വർക്കിൻ്റെ പുറത്ത് എന്താ പറയണ്ടേ, ഡയറക്റ്റ്ലി ഞാൻ എന്താ പറയുക, നമ്മുടെ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു, പുള്ളി ഇപ്പോൾ ഇല്ല. പുള്ളി എന്നെ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട്, പുള്ളിനെ അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ. അപ്പോൾ ആ ചെയ്ത വർക്കിൻ്റെ പുറത്ത് പുള്ളി ആദ്യമായിട്ട് നമ്മുടെ ഒരു കോർ ലെവൽ എംപ്ലോയീസിനെ അങ്ങനെ മീറ്റ് ചെയ്യാറില്ല. പക്ഷേ പുള്ളി വിളിച്ചിട്ട് എന്നെ അഭിനന്ദിച്ചൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യങ്ങളാണ്. ചീത്ത പറയുന്നത് എന്നും ഞാൻ ഉള്ളിലേക്ക് എടുക്കാറില്ല. ഞാൻ അവിടെ വയ്ക്കും, അവിടെ അത് ഉപേക്ഷിക്കും, തിരിച്ചു വരും. പക്ഷേ ചീത്ത പറഞ്ഞത് എന്തിനാണെന്നുള്ള കോസ് ഓഫ് ആക്ഷൻ ഞാൻ ചെയ്യും.
പക്ഷേ ചീത്ത പറഞ്ഞത് ഹെഡിലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. നെഗറ്റിവിറ്റി വരും. നെഗറ്റിവിറ്റീൻ്റെ പുറത്ത് നമ്മൾ പിന്നെ വർക്ക് ചെയ്യാതാവും. അല്ലെങ്കിൽ വീട്ടിൽ സിറ്റുവേഷൻസ് എടുത്താലും അല്ല, നമ്മുടെ അവിടെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതാണ് പ്രശ്നം. ലൈക്ക് നമുക്ക് ഒറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനല്ലേ പറ്റില്ല. അതാണ് വിഷയം. പക്ഷെ നമ്മൾ ആ ഒരു പ്രശ്നം കാരണം നമ്മളത് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ബിലോഡുമായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ ആയിക്കോട്ടെ, അവരുടെ കൊണ്ടുപോയി നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പോൾ അവർക്കത് വിഷമം. അവർക്ക് സത്യം പറഞ്ഞാൽ ഓപ്പോസിറ്റ് നടന്നൊന്നും അറിയില്ല. അതാണ് അവർ വിചാരിക്കും അത് അവരോടുള്ള ദേഷ്യത്തിനെ പുറത്തോ ഇഷ്ടമല്ലാത്തതിനെ പുറത്തോ കാണിക്കുന്നതായിരിക്കുന്നത്. അപ്പം അവരുടെ കാര്യം സംബന്ധിച്ച സെയിം തന്നെയാണ്. അവരും അവരുടെ വർക്കിന്റെ സത്യമാണ്. കാര്യം അവരത്രയും നമുക്കൊരു ടൈം തരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ടൈം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഈ പറഞ്ഞ വർക്കിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഓരോ ആക്ഷൻസും, നമ്മൾ പറയുന്ന ഓരോ ഡയലോഗും, ഓരോ കാര്യത്തിലും ആ ഒരു സാധനം ഉണ്ടാവും, ബാക്ക് ചെയ്യുന്നുണ്ടാവും. ഞാനേ പിന്നെ പുറത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് രാജസ്ഥാനിൽ നല്ല സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും, അതായത് 2-3 മാസം കൂടുമ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കോൾസ് ഉണ്ടാവും, ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ വന്നാൽ ഇവിടുത്തെ കാര്യം നോക്കിക്കൂടെ, അവിടെ അത് ലെറ്റ് ഇറ്റ് ബി ദെയർ, അവിടെ വെച്ചിട്ട് വാ, അവിടെ വെക്കുക, എന്തിനാ വെറുതെ അവിടുത്തെ കാര്യം ഇവിടെ എടുത്തിട്ട് വന്ന് നീ നമ്മളോട് സംസാരിക്കുന്നില്ല, അച്ഛനോട് സംസാരിക്കുന്നില്ല, അമ്മയോട് സംസാരിക്കുന്നില്ല, ഈ ലാപ്പ് ഇത് തന്നെ. ഞാൻ പറഞ്ഞു വർക്കായിട്ട് തന്നെ കാണും, വർക്കിനെ ദൈവമായിട്ട് കാണണ്ട, വർക്കിനെ വർക്കായിട്ട് കാണും, ഫാമിലിക്ക് ഫാമിലീൻ്റെ സമയം കൊടുക്കും. പക്ഷെ പലപ്പോഴും ഒരുപാട് ഇൻഡിവിജ്വൽസ്, ഇപ്പം ഏറ്റവും വലിയ എക്സാമ്പിൾ IT പ്രൊഫഷണൽ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഫാമിലിക്ക് ടൈം കൊടുക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം 5 ഡേ വർക്കിംഗ് ആയിക്കോട്ടെ, സാറ്റർഡേ സൺഡേ ഉണ്ടെങ്കിൽ പോലും ചില സമയത്ത് അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്, അവർക്ക് ടൈം കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് വരും, ഫാമിലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. അപ്പോൾ അതിൻ്റെ ബേസിൽ ഫാമിലിയിൽ പ്രശ്നങ്ങൾ വരും, ആ സറൗണ്ടിങ്സ് ഭയങ്കര നെഗറ്റീവ് ആവും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് വരും. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടന്മാരായാലും ഇപ്പോൾ അവർക്കൊക്കെ ഓക്കെ ഫാമിലി ടൈം ഉണ്ട്, ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നമ്മളായാലും അക്ഷയായാലും കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ഇൻഡിവിജ്വൽസിനെ കണ്ടിട്ടുണ്ടാവും. ഞാനൊക്കെ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവർ പറയും നമ്മൾ 6 ഡേ വർക്കിംഗ് ആണെന്ന്, അല്ലെങ്കിൽ 6 ഡേ വർക്കിംഗ് കമ്പനി, 5 ഡേ വർക്കിംഗ് കമ്പനി എന്നൊക്കെ പറയും. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, സാർ 5 ഡേ ആയാലും 6 ഡേ ആയാലും എനിക്ക് വർക്ക് ചെയ്യേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായാൽ മതി, സിറ്റുവേഷൻസ് അടിപൊളിയായാൽ മതി, അതെനിക്ക് വിഷയമല്ല. നമ്മൾ വീട്ടിലോട്ട് പോയ സമയത്ത് ഇതൊന്നും എടുക്കാതെ വീട്ടിലേക്ക് പോകണം, തിരിച്ച് പടി കയറി വരുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് തോളിൽ വെച്ചിട്ട് നമ്മളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഞാൻ ഇത്രയും നാൾ ഞാൻ എൻ്റെ ടീമിനോടായാലും മുമ്പിരുന്ന ടീമിനോടായാലും പഴയ ടീം ഞാൻ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ട് അവിടെയൊക്കെ ഞാൻ ആദ്യത്തെ കമ്പനീസ് എനിക്കിതൊന്നും അറിയില്ല, പഠിപ്പിക്കാൻ പറ്റിയില്ല. നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ, അതായത് ഓരോ സ്ഥലങ്ങളിൽ പോയി അവിടുത്തെ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ നവീൻ പറഞ്ഞ ആരായി കഴിഞ്ഞാലും നമ്മളിത് ഒന്നും ഉള്ളിലേക്ക് എടുക്കരുത് എന്ന് പറഞ്ഞല്ലോ, അത് എത്ര തന്നെ ആയാലും ഞാനിപ്പോൾ ഒരു 4 വർഷം കണ്ടതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതാണ് അവൻ്റെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 4 വർഷമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്കും തോന്നിയതാണ്, ഞാനിങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊന്നും പിന്നെ അധികം തെറ്റൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇങ്ങനെ നമ്മളിങ്ങനെ ആദ്യം പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, തെറ്റാണോ എന്നുള്ളത്. അതാണ് നമുക്കത് മനസ്സിലാക്കാൻ തന്നെ നമുക്കൊരു 1-2 വർഷം എടുക്കും കരിയറിൽ. പിന്നെ അത് തെറ്റ് മനസ്സിലാക്കി നമ്മൾ തിരുത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കാൻ വീണ്ടും 2 വർഷം എടുക്കും. പിന്നെ ആ ഒരു ഇവല്യൂഷൻ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ ചേഞ്ച് ചെയ്ത് വരുന്ന ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കരിയർ ഫേസ് എന്ന് പറയുന്നത്. ശരിക്കും കരിയറിൻ്റെ ഒരു ടോപ്പ് ഫേസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഈ വാല്യൂഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഘട്ടം, അവിടുന്ന് അങ്ങോട്ട് തീരുമാനിക്കും നാളെ നമ്മൾ എന്താകും എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ, നമ്മൾ അതിന് ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുക ദിസ് ഇസ് നോട്ട് അവർ കപ്പ് ഓഫ് ടീ എന്ന് പറയും. ഇത് നമ്മുടെ ഒരു ഇതല്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താണ് നമുക്ക് എന്നുള്ളൊരു കപ്പ് ഓഫ് ടീ ആലോചിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് നമ്മളൊരു സ്ഥാനത്തേക്ക് എത്തും. അതെത്തി ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ ഒരു ബിസിനസ് ആണ് നമ്മുടെ മൈൻഡ്. അങ്ങനെയാണ് നമ്മളൊരു പക്ഷേ രക്ഷപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇതറിയില്ല, എനിക്ക് ഡ്രൈവിംഗ് ആണ് താല്പര്യം, ഞാൻ ഡ്രൈവിംഗ് ഉണ്ടാക്കും, ഇതെൻ്റെ വർക്കല്ല. പലരും 3-4 വർഷം കഴിഞ്ഞിട്ട് ഒരു 15 വർഷം 20 വർഷമൊക്കെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ പല കമ്പനീസിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അതായത് വേറെ പോയി കഴിഞ്ഞാൽ കിട്ടൂല എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിൽ കടിച്ചു പിടിച്ച് നിൽക്കുന്ന സമയത്ത് അയ്യോ ഇവിടുന്ന് ഞാൻ പുറത്തു പോയ വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെയുള്ള അതായത് വർക്കായാലും ഫാമിലി ആയാലും നമ്മൾ അവരെന്ത് വിചാരിക്കും എന്ന് ആലോചിച്ചിട്ടാണ് നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ ബന്ധപ്പെടുത്തുന്നത്. ആരും സ്വന്തമായിട്ടൊരു എനിക്ക് വേണ്ട എന്ന് പറയാനുള്ളൊരു ധൈര്യം കാണിക്കുന്നില്ല. ഇല്ല, ആരും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നേരത്തെ റിലേഷൻഷിപ്പിൻ്റെ കേസ് പറഞ്ഞു, ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ് വർക്ക് സ്പേസ് ആണെന്നുണ്ടെങ്കിലും, കരിയർ ആണെന്നുണ്ടെങ്കിലും, ഫാമിലി ആണെന്നുണ്ടെങ്കിലും എനിക്കൊരു മാറ്റം വേണം, അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് കുറച്ച് മാറി നിന്നാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലൈക്ക് എല്ലാവരും പറയുന്ന ഒരു കംഫേർട്ട് സോൺ എന്ന് പറയുന്നത്, കംഫേർട്ട് സോൺ പക്ഷേ എൻ്റെ മീൻസ് വർക്ക് ചെയ്യുന്ന ഒരു
പയ്യനുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് പഴയ സ്ഥലം ഭയങ്കര ഓക്കെ ആയിരുന്നു, എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് ചെയ്യുക, എന്ത് ചെയ്യുക. പക്ഷെ എനിക്കൊരു ഗ്രോത്ത് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത്. അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ആയി പോകുന്നില്ല, എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരേ കാര്യത്തിൽ തന്നെ ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഓരോ ദിവസങ്ങളും പുതിയ കാര്യങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളും പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ലൈഫിൽ നമ്മൾ ഇന്നോവേറ്റീവായ സംഭവങ്ങൾ കൊണ്ടുപോകുന്നില്ലെങ്കിൽ ലൈഫ് ഭയങ്കര ബോറിംഗ് ആവും. ഇപ്പോൾ ചുമ്മാ ഒരു സ്ഥലങ്ങളിൽ പോയി സ്ഥലങ്ങളെ വിസിറ്റ് ചെയ്യുന്നതൊന്നും അല്ല ഇന്നോവേഷൻ എന്ന് പറയുന്നത്. ലൈഫിൽ പുതിയ കാര്യങ്ങൾ തേടി പഠിക്കുക. അത് ചില കാര്യങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ, ഞാൻ അധികം ജപ്പാനീസ് വീഡിയോസ് കാണാറുണ്ട്. ജപ്പാനീസ് വീഡിയോസ് എന്ന് പറയുമ്പോൾ അവരുടെ ക്രാഫ്റ്റ്, അവർ ചെയ്യുന്ന ആർട്ട്, പിന്നെ അവരുടെ ഒരു വീട്ടിലെ ഐറ്റംസ് വെച്ച് അവരുണ്ടാക്കുന്ന ഓരോ ആർട്ട് വർക്ക്സ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മളെന്നോട്ട് ഇങ്ങനെ ചിന്തിക്കുന്നില്ല. അവർ ചെയ്യുന്ന അക്വേറിയം സിസ്റ്റംസ്, അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ അവരുടെ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ലിവിങ്, ശരിക്ക് അതൊക്കെ നമുക്ക് അതൊരു ലൈഫിലോട്ട് നമ്മുടെ സ്റ്റൈൽ മോശം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ ഇന്നോവേറ്റ് ചെയ്ത് ഇവോൾവ് ചെയ്തിട്ട്, നേരത്തെ പറഞ്ഞു ഇവോൾവ് ചെയ്തിട്ട് വരേണ്ട സമയമായി നമുക്ക്. നമ്മളിപ്പോഴും പഴയ കൺസെപ്റ്റ് വെച്ചിട്ട് എന്താ പറയുക, പേരിൻ്റെ പുറത്തെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ സിറ്റുവേഷൻസ് ബേസ്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും. നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ വീട്ടിലെ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ചേഞ്ച് ചെയ്യും. നമ്മളൊരു നെഗറ്റീവ് പേഴ്സണായിട്ട് മാറും. നമ്മുടെ അടുത്തോട്ട് ഒരു ആൾക്കാർ പറയും അവൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കണ്ട, ഭയങ്കര നെഗറ്റീവായിട്ട് പറയും. അതെ, ആ ഒരു ഫീൽ വരും. ലൈക്ക് നമുക്ക് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചാലും, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചില ആൾക്കാരുടെ അടുത്ത് പോകാൻ നമുക്ക് മടിയായിരിക്കും. കറക്റ്റ്. അതെന്തുകൊണ്ടാണ്? സെയിം കാര്യം, അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് ആവും, നമ്മളെ എഫക്ട് ചെയ്യും എന്നുള്ള ബോധം നമുക്ക് വരാൻ തുടങ്ങി. ആദ്യം നമ്മളിങ്ങനെ ഓരോ ആൾക്കാരുടെ അടുത്തേക്ക് പോകും. അല്ല, ലൈക്ക് നമ്മളിപ്പോൾ ഫ്രണ്ട്സിനെ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് ആയിക്കഴിഞ്ഞാലും നമ്മൾ ആ ഒരു കാര്യം നോക്കാറില്ലേ? നമ്മളെ ഭയങ്കര നെഗറ്റീവ് ആക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോകാൻ ഒരിക്കലും നമ്മളെ ലൈക്ക് ഈ ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്നിട്ട് ഇരുന്നിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാൽ പോലും അതൊരു എക്സ്ട്രീം എത്തുന്ന സമയത്ത് പിന്നെ നമുക്ക് അയാളോട് അത്ര ഒരു ഇഷ്ടം, നമുക്ക് കംഫർട്ട് ആയിരിക്കില്ല അവരുടെ അടുത്ത് പോകുന്നത്. പിന്നെ നമ്മൾ പതിയെ അവിടെ നിന്ന് മാറി നിൽക്കും. ലൈക്ക് അപ്പൊ മാറി നിൽക്കുക, മാറി നിൽക്കുന്നതുകൊണ്ട് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, മാറി നിന്നേ പറ്റൂ നമ്മൾ. കാരണം നമ്മൾ ഓൾറെഡി നെഗറ്റീവിലേക്ക് പോകുന്നുണ്ടാവും. അവരുടെ കൂടെ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത് പോയി ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ തുടങ്ങി. പിന്നീട് അവർ നമ്മൾ പോലും പറയാതെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഇൻഫ്ലുവൻസിൽ ചില സമയം നമ്മുടെ ഉള്ള കുടുംബവും പോവും, ജോലിയും പോവും, നമ്മൾ നടുക്കളത്തിൽ നിൽക്കേണ്ടി വരും. അവർ ചില സമയം നമ്മളെ ഇത് ചെയ്ത് അവർ നല്ല രീതിയിൽ പോകുന്നുണ്ടാവും. അവർക്ക് അവരുടേതായ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളവിടെ സ്റ്റക്ക് ആയി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഇങ്ങനത്തെയുള്ള സിനാരിയോസ് ഒക്കെയാണ് നമ്മുടെ ശരിക്കും നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നല്ല രീതിയിൽ ഇപ്പം കറക്റ്റ് ടൈമിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് ഒരുപാട് സമയമുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ഡേ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ശരിക്കും ഒരു ഷെഡ്യൂൾ കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഷെഡ്യൂളിനനുസരിച്ചൊരു 10% അതിനൊരു 80% അതിനൊരു നീതി പുലർത്താൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഈ പറയുന്ന എല്ലാ നെഗറ്റിവിറ്റീസും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചുറ്റും സറൗണ്ടിങ്സ് എപ്പോഴും പോസിറ്റീവാണ്, നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ലൈക്ക് നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ്. അതാണ് എത്ര തന്നെ ആയാലും വിധി അത് ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സാധനമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഓരോന്നും റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. ആൾക്കാർ പറയും അത് ആ കുഞ്ഞിൻ്റെ വിധിയാണോ, വിധി സിറ്റുവേഷൻസ് ഓക്കെ, വിധി ഒരു പരിധി ഒരു 10% 20% വിധിക്ക് കൊടുത്തോ, ആക്ഷൻസ് ആണ്. അതെ, വിധി എന്ന് പറയുന്ന സാധനം ആക്ഷൻസ് ആണ്. ഈ നമ്മുടെ ആൾക്കാർ പണ്ടേ പറയുന്ന വിധി അത് ഇത് എല്ലാം ഒരു അൺഇമാജിനറി സാധനത്തിന് കൊണ്ടുപോയി ഡംപ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ചെയ്തേക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റാണ്, വിധി കൊണ്ട് ഇത് മാറി. അപ്പൊ അതുകൊണ്ട് ശരിയാണ്, അല്ല വിധി കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം വിധി കൊണ്ടുണ്ടായി. ഓക്കെ, അപ്പോൾ വിധീനെ നമ്മളിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അവിടെ ഇടും. ഈ പറയുന്ന ഈ വ്യക്തിയുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി, മെൻ്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ്സ് ഒന്നും ആരും ചിന്തിക്കുന്നുണ്ടാവില്ല. ശരിക്കും നമ്മളിപ്പോൾ ലേറ്റായിട്ട് വീട്ടിൽ കയറുന്ന ഗേൾസ്, ലേറ്റായിട്ട് വീട്ടിൽ കയറുന്നതിന് പല പ്രശ്നങ്ങളുണ്ടാവും. വർക്ക് എടുക്കാം, അല്ലെങ്കിൽ വർക്കിലുപരി എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്ന എടുക്കാം. ഇതിപ്പം കാലം മാറി തുടങ്ങി. അല്ല, അങ്ങനെ പറയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ലേറ്റ് ആയിട്ട് കയറുന്ന, പക്ഷേ ഇപ്പോഴും നമ്മളെ ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിലോട്ട് കുറച്ച് എന്താ പറയണ്ടേ ഉള്ളിൽ കൂടി പോയി കഴിഞ്ഞാൽ
ലേറ്റായിട്ട് വരുമ്പം 10 കോള് വീട്ടിൽ നിന്ന് 15 കോള് 20 കോള് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള ശകാരം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ അതാരാണോ എക്സ് ഓർ വൈ ഗേൾ ഓർ ബോയ്, ഇപ്പോൾ എനിക്കൊക്കെ ലേറ്റ്. ഇപ്പോൾ എൻ്റെ ഒരു സിനാരിയോ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഫുട്ബോൾ കളിക്കാൻ പോയി, ഏറ്റവും വലിയ അബദ്ധം അന്ന് സംഭവിച്ചതാണ്. ഫുട്ബോൾ കളിക്കാൻ പോയി, എൻ്റെ ഫോണിൽ ഞാൻ വിളിച്ചില്ല. അക്ഷയ്ക്കൊരു കോൾ വന്നു. ഓഫീസിൽ നമ്മുടെ IT ഒരു കുട്ടിയുണ്ട്. കുട്ടിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ട്, അതായത് അവളുടെ ചേട്ടൻ എന്തുവാ കോള് വന്നു. അപ്പം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ അതായത് എന്നെ കാണുന്നില്ല എന്നുള്ള സിനാരിയോ മൊത്തത്തിൽ പടർന്നു. അല്ല, മെയിൻ റീസൺ എന്ന് വെച്ചാൽ ബൈക്ക് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ അവർക്കൊരു പേടി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കാണുമോ. എനിക്ക് അങ്ങനത്തെ ബാരിയേഴ്സ് ഒന്നും ഇല്ലാത്ത. പക്ഷേ പല വീട്ടിലും നേരെ ഓപ്പോസിറ്റാണ്. ചീത്ത എന്ന് പറഞ്ഞാൽ ചീത്തയായിരിക്കും, ബഹളം, ചീത്ത, ഇങ്ങനെയുള്ള സിനാരിയോസ് വരും. അപ്പോൾ ആ സറൗണ്ടിങ്സിൽ ഒരു പക്ഷേ ആ കുട്ടിക്ക് പിന്നീട് പുറത്തു പോകാനുള്ള ടെൻഡൻസി കുറയും. ആ വീട്ടിൽ നിന്ന് ചീത്ത പറയാൻ ഞാനില്ല. അപ്പോൾ പേടിച്ചിട്ട് അവരുടെ ഹാപ്പിനെസ് അവിടെ ഒഴിവാക്കണം. എന്നിട്ട് ഈ പറയുന്നതിലേക്ക് ഒതുങ്ങി എപ്പോഴും ആ പണ്ടാരോ ഡിഫൈൻ ചെയ്ത് അവർ ലൈഫിലേക്ക് ജീവിച്ചു. അപ്പോഴേക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയാണ്. നമ്മളെ ഹാപ്പിനെസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അല്ല, നമ്മളെ തന്നെ നഷ്ടപ്പെടുക. നമുക്കൊരു ഐഡന്റിറ്റി ഇല്ലേ, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കണം. അല്ല, നമ്മൾ പലപ്പോഴും ജീവിക്കാൻ ശ്രമിക്കുന്നത് മറ്റാരെങ്കിലും എഴുതി വെച്ചാൽ സത്യമാണ്. അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന്. ഇപ്പം ഞാൻ വീട്ടിൽ അത് മിക്കപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. ലൈക്ക് എല്ലാവരും പറയും ഒരു ജോബ്, ഒരു 9 to 6 ജോബാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അത് വേണം, അതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ അതൊന്നും അല്ല. ലൈക്ക് നമുക്ക് നമ്മളുടെ ഡ്രീം എന്താണെന്ന് അറിയുന്നത് എനിക്ക് മാത്രമാണ്. അല്ല, പ്രീ ഡിഫൈൻഡ് സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ജീവിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. ഇല്ലല്ലോ. ഇപ്പോൾ ഏറ്റവും വലിയ എക്സാമ്പിൾ, ഇപ്പോൾ റീസെൻ്റ്ലി എംപുരാൻ്റെ ഒരു പ്രസ് മീറ്റ് നടക്കുന്ന സമയത്ത് പിന്നെ ആരോ ഒരു അവതാരിക എന്തോ പൃഥ്വിരാജിനോട് ചോദ്യം ചോദിച്ചായിരുന്നു. അതായത് സാർ 16-ാം വയസ്സ് കണ്ട സ്വപ്നം നടന്നതല്ല. അപ്പം പൃഥ്വിരാജ് തിരിച്ചൊരു ചോദിക്കണം, എൻ്റെ സ്വപ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. 16-ാം വയസ്സിൽ കണ്ട എൻ്റെ സ്വപ്നം നിങ്ങൾക്ക് എന്താണെന്ന് എത്തി എന്നുള്ളത് നിങ്ങൾക്ക് എന്നെ പറയാൻ പറ്റുകയെന്ന് ചോദിച്ചു. അപ്പോൾ ആ ലേഡി പറയുന്നുണ്ട് ഒരു മാസ് റിപ്ലൈ എന്നൊക്കെ. പക്ഷെ അതൊരു മാസ് റിപ്ലൈ അല്ല, പൃഥ്വിരാജിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആയിട്ടില്ല ഒന്നും, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ പലതും എന്നുള്ള. അത് പൃഥ്വിരാജിൻ്റെ ഹാപ്പിനെസ്സിൻ്റെ പുറത്താണ്. മെൻ്റൽ ഹാപ്പിനെസ് അത്രയുള്ള സമയത്താണ് പൃഥ്വിരാജിൻ്റെ ആൻസേഴ്സ് ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റ്സാണ്. എല്ലാവരും പൃഥ്വിരാജ് മാസ് സാധനം പറയുന്നില്ല. പൃഥ്വിരാജ് പറയുന്ന സാധനം സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ്. അത് പൃഥ്വിരാജിൻ്റെ ഹാപ്പിനെസ്. അതായത് പുള്ളി ഭയങ്കര ഹാപ്പി ആണെങ്കിൽ പുള്ളി ആ രീതിയിൽ ഉത്തരം പറയും. പുള്ളിയുടെ നമ്മളിപ്പോൾ പുള്ളിക്ക് ചുറ്റും പല നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിച്ച് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനൊന്നും ബാക്കിയില്ല. ഇല്ല, ഇപ്പോൾ പലതും അങ്ങനെയാണല്ലോ കുത്തിപ്പൊക്കുന്നത്. ലൈക്ക് പഴയ ആ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പല കാര്യങ്ങളാണ് ഇപ്പൊ കുത്തിപ്പൊക്കുന്നത്. സീരിയസ്ലി പണ്ട് പുള്ളി ചെയ്ത് കുറെ സാധനങ്ങളുണ്ടല്ലോ, ഇന്നതാവണം, അല്ലെങ്കിൽ എന്താണ് മലയാള സിനിമയുടെ അംബാസിഡർഷിപ്പ് എന്ന് പറയുന്ന സാധനം എനിക്ക് വേണം എന്ന് പൃഥ്വിരാജ് അന്ന് സ്റ്റേറ്റ് ചെയ്തത്. പുള്ളിയുടെ ആ ഒരു പ്രോസസ്, ലൈക്ക് ആ ഒരു തോട്ടാണ്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് ഇന്നതുപോലെ ചെയ്യണം. ആ ഒരു 40 ഏജ് എത്തുന്ന സമയത്ത് പല ഭാഷകളിൽ അഭിനയിക്കുന്ന നടനായിട്ടും നായക നടനായിട്ടും ചിലപ്പോൾ ഡയറക്റ്റ് ചെയ്ത ആളായിട്ട് അല്ല, അത് ഞാൻ പറയട്ടെ, പുള്ളിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആക്കി വെച്ചു. ആ പ്രീ ഡിഫൈൻഡ് മുകളിൽ പുള്ളി വർക്ക് ചെയ്തു. അതെ. പക്ഷെ ഇന്നത്തെ ആൾക്കാർ നോക്കുന്നത് എന്താ, ഈ ആരോ എഴുതി വെച്ച സാധനത്തിനനുസരിച്ച് നടന്നു പോവാ. സ്വന്തമായിട്ട് എഴുതുന്നുമില്ല, സ്വന്തമായിട്ട് ഹാപ്പിനെസ്സും വേണ്ട. അല്ല, അത് വേറൊരു കാര്യം എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ, ലൈക്ക് അവരുടെ ഒരു മെന്റാലിറ്റി, നമ്മൾ തന്നെ മിഡിൽ ക്ലാസ് പീപ്പിൾ, നമ്മുടെ ആ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, നമുക്ക് ഇന്നതാണ് ഇങ്ങനെയാണ് എല്ലാവരും ജീവിച്ചു പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ആയിക്കോട്ടെ, അതിന്റെ മുമ്പിലത്തെ പാരന്റ്സ് ആയിക്കോട്ടെ, അവരുടെ പാരന്റ്സ് ആയിക്കോട്ടെ, അല്ല അവരെല്ലാം ജീവിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അവരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. അത് തന്നെ നമ്മളും ചെയ്തു പോകണം, അല്ലെങ്കിൽ അതാണ് ശരി എന്ന് അവർ നമ്മൾക്ക് ഒരു തരികയാണ്. ലൈക്ക് ഇതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല എന്നുള്ള ഒരു സാധനം നമുക്ക് തരികയാണ്. പക്ഷെ അതൊന്നും അല്ല, നമ്മൾക്ക് ഓരോ ആൾക്കും ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട്. എനിക്ക് ഇന്നതാവണം, ഇന്ന ടൈമിൽ ഇന്നതാവണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് എന്താ പറയാ, എൻ്റെ ഫാമിലി എങ്ങനെയാണ് എടുക്കുന്നത് എനിക്ക് പറയാം. ലൈക്ക് അത് ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ എൻ്റെ മെന്റൽ ഹെൽത്ത് ലൈക്ക് ഓക്കെ ഇതിന്റെ സ്ട്രെസ് ഉണ്ടാവും, നമുക്ക് ഇതിങ്ങനെ ഈ ഒരു സമയത്ത് നടക്കണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇത് നടക്കണം. അല്ല, എല്ലാം നമ്മൾ തീരുമാനിച്ച പോലെ ചില സമയത്ത് നടക്കില്ല. പക്ഷെ ഒരു ഫേസ് കഴിഞ്ഞ ഒരു പക്ഷെ അത് നടക്കും. അത് നടക്കാനുള്ള ഒരു കറക്റ്റ് ടൈം ഞാൻ എന്തായാലും ഈ പറയുന്ന ദൈവത്തിൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അതിന് വേണ്ടി നമ്മൾ 100% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്ലാനുകൾ നമുക്കിപ്പോൾ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് പ്ലാനുകൾ എന്നുള്ളത്. അപ്പോൾ ആ പ്ലാൻ നടക്കാനും ഒരു സമയമുണ്ട്. ഏത് തരത്തിലുള്ള നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോണു എന്നല്ല, എക്സിക്യൂട്ട് ചെയ്തു. എക്സിക്യൂഷൻ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കറിയാം, രണ്ടുപേർക്കും അറിയാം കൃത്യമായിട്ട്. അപ്പോൾ ആ എക്സിക്യൂഷൻ നടന്നു വരാനുള്ള ഒരു ചാനലുണ്ട് കൃത്യമായിട്ടല്ലേ. ആ ചാനൽ പ്രോപ്പറാകുമ്പോൾ നടക്കും. പിന്നെ ആൾക്കാർ പ്രഷർ എന്തായാലും വരും,
നെഗറ്റിവിറ്റി വരും. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്കോ അക്ഷയ്ക്കോ അല്ലെ നമ്മളെ എക്സോ ആരായിക്കോട്ടെ അവർക്ക് ഈ പറയുന്ന ഈ ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഫീൽഡ് എന്നല്ല അവർക്ക് ഈ ലൈഫിൽ എവിടെയും സെറ്റ് ആവില്ല ഒരിക്കലും. ആരോ എഴുതി വെച്ച കഥയുടെ പുറത്ത് ജീവിക്കാനാണെങ്കിൽ പിന്നെ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. നമ്മളായിട്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ എഴുതി മുമ്പോട്ട് പോവുകയാണെങ്കിൽ സീരിയസ്ലി അല്ല, അത് ആ ഒരു കാര്യം പറഞ്ഞല്ലോ, ആരോ എഴുതി വെച്ച കഥകൾ എന്ന് പറയുന്നില്ലേ, അതേപോലെ ചില ആൾക്കാരുണ്ട് ഇപ്പോൾ കുറച്ചധികം കാലം മുന്നേ അല്ലെങ്കിൽ കുറച്ചധികം കാലമായിട്ട് ഭയങ്കരമായിട്ട് ട്രാവലിങ് ഭയങ്കരമായിട്ട് എന്താ പറയാ സെലിബ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനെ എന്താണ് ഹിച്ച് ഹൈക്കിങ് ടീംസ് ആദ്യം 2-3 ആൾക്കാർ പോയി, പിന്നെ അധികം ആ പാത പിടിച്ച് കുറെ ആൾക്കാർ ഇങ്ങനെ പോയി, പിന്നെ ചില ആൾക്കാർ ഫോഴ്സ്ഫുള്ളി തന്നെ അതിലേക്ക് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് നല്ലതല്ല, എന്റെ ലൈഫ് നല്ലതല്ല, എനിക്ക് എവിടെയെങ്കിലൊക്കെ പോകണം, കുറച്ച് ഫോട്ടോസ് ഇടണം എന്നുള്ള കൺസെപ്റ്റുകൾ. ഞാനിതിലെ പക്ഷേ ഈ ട്രാവലിങ്ങിനെ പറയുമ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ട്രാവലിംഗ് കുറേ വീഡിയോസ് ഞാൻ കാണാറില്ല. അത്യാവശ്യം ഞാനും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആ നേരത്തൊന്നും എൻ്റെ ഈ പറയുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല, ഇത് എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാനും പഠിക്കാനൊന്നും ഇല്ല. പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരാളുടെ വീഡിയോ കൊണ്ട് സന്തോഷം കിട്ടുന്നത് നമ്മുടെ സുഹൃത്തുക്കളെ എന്ന് വിളിക്കുന്നൊരു വ്ളോഗറില്ലേ ഉണ്ട്, അങ്ങനെ ഒരു വ്ളോഗർ ഉണ്ട്, അവൻ്റെ പേര് സൂര്യൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, ചിത്രൻ ആണെന്ന് തോന്നുന്നു. എനിക്ക് റീൽസ് ഞാൻ കാണാറുണ്ട് അവൻ്റെ സ്ഥിരമായിട്ട്. അപ്പോൾ ഭയങ്കര രസമാണ്. യൂട്യൂബ് വീഡിയോസ് ഞാൻ കാണാറില്ലെങ്കിൽ റീൽസ് അധികം ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കൊന്ന് കണ്ണൂരുകാരൻ തന്നെയാണ്, കണ്ണൂരുകാരനാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് പേര് ഓർമ്മയില്ല. ഭയങ്കര രസമുള്ള വീഡിയോസ്. അവൻ ആ ഹാപ്പിനെസ്, അതായത് അവൻ്റെ മെൻ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ചെറിയ രാത്രി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഓവർകം ചെയ്ത് നല്ല രീതിയിൽ പോയിട്ട് അവൻ ആ ഹാപ്പിനെസ്സിൽ ഓരോ വിഷ്വൽ നമുക്കിങ്ങനെ കാണിച്ചു തരുമ്പോൾ അവൻ കാണുന്ന കണ്ണിലൂടെ തന്നെ, അവൻ കാണുന്ന ആ പെർസെപ്ഷൻസിലൂടെ നമ്മൾ ആ പിക്ചർ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഇല്ല, അത് ഭയങ്കരമാണ്. നമുക്ക് പോകാൻ പറ്റുന്നില്ല, ആരെങ്കിലും നമ്മളെ കൊണ്ട് കാണിക്കുമ്പോൾ നമുക്കതൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്ന് ആൾക്കാർ പക്ഷെ ഒരു പരിധിവരെ ആൾക്കാർ തുടങ്ങി ഇതിൻ്റെ പുറകെ ഒരു മെൻ്റൽ ഹാപ്പിനെസ് വേണം. ഒരുപാട് ടീംസ് ഇറങ്ങി, കമ്മ്യൂണിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു. അല്ല, അത് നല്ലൊരു സൈനാണ് പറഞ്ഞു കഴിഞ്ഞാൽ. ഈവൻ നമ്മുടെ ഈ പ്രോജക്റ്റ് ഹാപ്പി ഹ്യൂമൻ എന്ന് പറയുന്നത് ബിൽഡ് ചെയ്യുന്നതിന്റെ കേസ് കൂടി ഏകദേശം അതുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള സാധനമാണ്, പക്ഷേ എങ്കിലും അത് അത്രയും കാര്യങ്ങൾ കൂടി അതും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ആ ഒരു പ്രോജക്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഫിലിംസ് ഒന്നും ഭയങ്കര ഇഷ്ടമല്ല, പക്ഷെ എല്ലാവരും പോകുന്ന സമയത്ത് ഓക്കെ ലൈക്ക് അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുന്നുള്ളൊരു സാധനമല്ലേ, അതാണ് എപ്പോഴും അവരെന്ത് വിചാരിക്കുന്നുള്ള തോട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ലൈക്ക് ആ ഒരു കമ്പനി നമുക്ക് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ പോകുന്നത്. പക്ഷെ അതൊക്കെ മാറേണ്ട സമയമായി ശരിക്കും പറഞ്ഞാൽ. നമ്മളിപ്പോഴും ഈ പറയുന്ന ഈ 2025 ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ജീവിക്കാനാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നുമില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്റ്റാമ്പ് ചെയ്ത് പോകണ്ടേ ജീവിച്ചിട്ട് പോകുമ്പോൾ. നാളെ ആര് മരിക്കും എങ്ങനെ മരിക്കും നമുക്കറിയില്ല, പക്ഷേ എല്ലാവർക്കും ഒരു ദിവസം ഒരു മരണമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനു മുമ്പായിട്ട് ഞാനിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു ചെറിയ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു എന്താ പറയണ്ടേ അപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ. അതിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം, നമുക്ക് ചുറ്റുപാട് ഹാപ്പി ആയിരിക്കണം. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരുപാട് കാര്യം, നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വന്നത് തന്നെ ഇന്ന് ഈ ഒരു സമയത്ത് നമ്മളിത് വന്നിവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മൾ കാമൻ ക്വയറ്റായിട്ട് നമുക്ക് ഒന്നും നമ്മുടെ ചുറ്റും ഒന്നുമില്ല. നമ്മൾ ഭയങ്കര ഇത് നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം ഫുള്ള് ഭയങ്കര ഏരിയ, ആൾക്കാർ പോലുമില്ല, ഭയങ്കര കാമൻ ക്വയറ്റ് ഏരിയ. നമുക്ക് പ്രകൃതിനെ നോക്കിയിട്ട് അങ്ങനെ എൻജോയ് ചെയ്യുന്നതൊന്നുമല്ല, പക്ഷെ നമ്മൾ കുറേ ഈസായിട്ട്. അതെ അല്ല, നമ്മളിപ്പോൾ ഭയങ്കര റഷായിട്ട് ജീവിക്കുന്ന സ്ഥലങ്ങളാണല്ലോ, ഭയങ്കര സിറ്റി ഏരിയാസിലേക്ക് നിൽക്കുന്ന സമയത്ത് ഭയങ്കര സൗണ്ടും ഭയങ്കര ഡിസ്റ്റർബൻസും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. സത്യം. ഈവൻ ഞാൻ കാലിക്കറ്റ് സമയത്തായി കഴിഞ്ഞാലും ഞാൻ സ്റ്റേ ചെയ്തത് കുറച്ച് ഒന്നുള്ളിലോട്ടാണ്, കുറച്ച്. പക്ഷെ അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫുള്ള് സൗണ്ടും ഇതൊക്കെ. അപ്പോൾ എൻ്റെ മെൻ്റൽ ഹെൽത്ത് ആ സമയത്തും കുറച്ച് ഭയങ്കരമായിട്ട് പ്രശ്നമാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം, ഇതെൻ്റെ വീടിൻ്റെ കുറച്ച് ഒരു 3-4 കിലോമീറ്റർ പുറത്താണ്. അപ്പോൾ ഈ ഒരു സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരങ്ങളാണ് വരാറ് സാധാരണയായിട്ട്. എന്തെയും നവീൻ കൊണ്ടുവന്നത് നട്ടുച്ചയ്ക്ക് 2:30. പക്ഷേ നമുക്ക് എല്ലാ സമയത്തിൻ്റെ അല്ല, വെയിലുണ്ട് പക്ഷെ നമുക്കൊരു സമാധാനമുണ്ട്. സത്യം പറഞ്ഞാൽ വെയിലിനെ നമുക്ക് പക്ഷേ കാറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഒരു വലിയ സമാധാനമുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. ഭയങ്കര മനസ്സ് ഭയങ്കരമായിട്ട് ഫ്രീ ആവും. നമ്മൾ ഹാപ്പി ആയിട്ടൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നു.
അല്ല നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലോ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ എന്നുള്ള നമ്മൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നു. അതുകൊണ്ട് നമുക്ക് വെയിൽ എന്നുള്ളതല്ല, സിറ്റുവേഷൻസ് നമ്മൾ ഈ എത്ര കഠിനമായ വെയിൽ ഇപ്പോൾ എത്ര 38 ആ ഒരു സമയത്ത് പോലും നമുക്ക് ആ ഒരു ചൂട് ഫീൽ ഇല്ല. നമ്മള് ലൈക്ക് അതൊന്നും സംഭവിച്ചില്ല. നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി നമുക്ക് ബാക്കിയുള്ള ഒരു പ്രശ്നമില്ല. അതിപ്പോ നമ്മൾ ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും. ആ ഒരു സമയത്തൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. ലൈക്ക് എത്ര ഉറങ്ങിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ലൈക്ക് ഞാനൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് 2021 ആ ഒരു സമയത്ത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഒരു 3-4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ചെയ്ത് തീർത്ത്. അത് ഞാൻ ഉറങ്ങിയിട്ടില്ല, ഒരു സമയം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഹൈലൈറ്റ്. ലൈക്ക് ഞാനിങ്ങനെ എഴുതി, എൻ്റെ ഒരു തോട്ട് ഉണ്ടായിരുന്നു മൈൻഡിൽ. അപ്പോൾ ആ ഒരു സ്റ്റോറി ഇങ്ങനെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ഉറങ്ങാണ്ട് എഴുതി രാവിലെ എനിക്ക് എന്തിനാണെങ്കിൽ കുറച്ച് സമയം കിടക്കും. പിന്നെ അത് നമുക്ക് ആ ഒരു ഹാപ്പിനെസ് തരുന്നുണ്ടല്ലോ. അത് ലൈക്ക് എനിക്കത് ചെയ്യണം. മെന്റലി നമ്മൾ ഹാപ്പി, ബോഡി ചില സമയം ടയേർഡായിരിക്കാം, മെന്റലി നമുക്ക് ഹാപ്പി കിട്ടുന്ന ഒരു ആക്ടിവിറ്റി ആണത്. സോ അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചത് മൊത്തം നമ്മുടെ സറൗണ്ടിങ്സ്, അതിപ്പോൾ നേച്ചർ റിലേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മനുഷ്യന്മാരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകും തോറും നമ്മളിപ്പം എന്താ പറയുക, നമ്മളിപ്പം വീഡിയോ ആര് കണ്ടാലും എത്ര പേര് കാണുന്നുണ്ടോന്നല്ല, നമ്മൾ മുമ്പോട്ട് പോകും തോറും നമുക്ക് സന്തോഷം തരുന്ന ആക്ടിവിറ്റീസ് ചെയ്യുക. നമ്മുടെ സറൗണ്ടിങ്സ് നമ്മളാൽ നെഗറ്റീവ് ആവാത്ത രീതിയിൽ നമ്മളാൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അത്രയും ഹാപ്പിനെസ്സിൽ മാക്സിമം മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. നെഗറ്റിവിറ്റി വരും, പോസിറ്റിവിറ്റി വരും, അത് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും. അതെ അതെ, നമ്മളെങ്ങനെ അത് ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ എടുക്കുന്നു അതാണ് മെയിനായിട്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഉള്ളിൽ ഇതിപ്പോൾ എന്ത് മോശം സംഭവിച്ചു കഴിഞ്ഞാലും അതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ അതെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കടന്നു പോകുന്ന വഴികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കും. ഒരു പാട്ടില്ലേ, ഈ നേരം കടന്നു പോകുന്നോട്ട്, നമ്മുടെ ഗൗരി ലക്ഷ്മിയുടെ പറയുന്നുണ്ടല്ലോ, ഈ നേരം കടന്നു. അതുപോലെ ഒരു നെഗറ്റിവിറ്റി വരുമ്പം അത് നമ്മൾ ഓവർകം ചെയ്യും. പക്ഷേ അത് ഓവർകം ചെയ്യണോ വേണ്ടോ അല്ല, അതും ആ ഒരു ബാഗേജ് ഓഫ് സാധനം എടുത്തിട്ട് മുമ്പോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതായത് നമ്മളെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ എടുക്കും എന്ന് പോലെ ഇരിക്കും ആ ഒരു കറക്റ്റ്. ഓരോ ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഭയങ്കര നഷ്ടമാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന ആയിക്കഴിഞ്ഞാലും അതൊക്കെ നമ്മളെ കുറച്ചുകൂടി ബോൾഡാക്കാനും നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനും മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അത് അറ്റ് ദ എൻഡ് അത് നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആക്കും എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാം, മാക്സിമം ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. നമുക്ക് ആരെ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് രണ്ടുപേർക്കും പറ്റില്ല. എല്ലാവരും മാക്സിമം നമുക്ക് ചുറ്റും ഹാപ്പിനെസ് ആയ ആക്ടിവിറ്റീസിൽ മാത്രം ഇൻവോൾവ് ചെയ്യുക. എന്ന് വെച്ചിട്ട് അങ്ങനെ മാത്രമെന്നല്ല, പക്ഷേ നമുക്ക് വരും, നമ്മുടെ സിറ്റുവേഷൻസ് വരും, നമ്മൾ അതനുസരിച്ച് കോപ്പ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഹാപ്പി ആയിട്ട് സേഫായിട്ട് എല്ലാവരും ഇരിക്കുക. Okay, so that's all. Thank you so much. Thank you so much. Okay, bye.